ഹലോ കുട്ടിയേരി, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ നമുക്ക് മിഡ് ടൈം എക്സാം എല്ലാം വരികയാണല്ലോ. ചിലപ്പോൾ ഈ ആഴ്ചയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ ഒക്കെ ആയിരിക്കും നമ്മുടെ മിഡ് ടൈം എക്സാം വരുന്നത്. അപ്പോൾ നമുക്ക് മിഡ് ടൈം എക്സാം വരുമ്പോഴത്തേക്കും നമുക്ക് പഠിക്കാൻ വേണ്ടി ഇച്ചിരി കോൺസെൻട്രേഷൻ അധികം കിട്ടാനും പിന്നെ നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് പഠിക്കുന്നത് ഈസി ആക്കാനുമുള്ള കുറച്ച് കുഞ്ഞു ടിപ്സ് ആയിട്ടാണ് കേട്ടോ ഈ പ്രാവശ്യത്തെ വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടി അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഞെക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് കണ്ണൂർ ജില്ലയ്ക്ക് ലീവാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ജില്ലയിലും ലീവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം തന്നെ ചെയ്യാൻ പറ്റുന്ന ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റൂം പറ്റുന്നത്രയും നല്ല ക്ലീൻ ആക്കി വെക്കുക. അതാണ് നമ്മുടെ ആദ്യത്തെ ടിപ്പ് വരുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് സ്റ്റഡി ഏരിയ ഒക്കെ ഉണ്ടാവില്ലേ, അതെല്ലാം ഇതേപോലെ ക്ലീൻ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് വരുന്നതാണ് റൈറ്റ് യുവർ ടൈം ടേബിൾ ആൻഡ് പോർഷൻസ്. അപ്പോൾ നമ്മൾ ഈ ടൈം ടേബിളും പോർഷൻസും നമ്മളെപ്പോഴും കാണുന്ന ഒരിടത്ത് ഒട്ടിച്ച് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ എക്സാമിന് എഴുതുന്ന ടൈമിൽ നമ്മൾ എക്സാമിന് പഠിക്കുന്ന ഒരു ടൈം ഉണ്ടാവില്ലേ, ആ ടൈമിൽ നമ്മൾ തെറ്റായ സബ്ജക്റ്റ് പഠിക്കത്തില്ല. അതാണ് നമ്മൾ ഇത് എഴുതി വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് പോർഷൻസ് നമ്മളെപ്പോഴും കാണുമ്പോഴത്തേക്കും നമുക്ക് അത് കാണാപ്പാടമാവും നമ്മൾ എഴുതുന്ന ഈ പോർഷൻസ്. അപ്പോൾ നമ്മൾ ഈ പോർഷൻസ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്കിത് എപ്പോഴും നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ലീവുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ലീവ് കിട്ടുന്ന ദിവസങ്ങളിൽ നമ്മൾ മാക്സിമം എഫിഷ്യൻ്റായിട്ട് നമ്മൾ പറ്റുന്നത്രയും നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. അതാണ് നമ്മൾ ഈ പോർഷൻസ് ആക്കിയിട്ട് ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു പേപ്പറിലാണ് എഴുതുന്നത്. എന്നിട്ട് ഞാൻ എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ നേരെ മുന്നിലായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ എനിക്കിത് പഠിക്കുന്ന ടൈമിൽ എനിക്ക് ഏതൊക്കെയാണ് എടുക്കേണ്ടതെന്നെല്ലാം നമുക്ക് കാണാൻ പറ്റും. അല്ലാതെ നമ്മൾ എഴുതി വയ്ക്കാതെ നമ്മൾ ഏത് നേരവും മൊബൈലിൽ നിന്ന് തന്നെ നോക്കി എഴുതാൻ വേണ്ടിയുള്ള നമ്മൾ വിചാരിച്ചിരിക്കുന്നെങ്കിൽ നമ്മൾ ഏത് നേരവും മൊബൈൽ എടുക്കും. പിന്നെ പോർഷൻസ് നോക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചിലപ്പോൾ യൂട്യൂബ് എടുക്കും. പിന്നെ നമ്മൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കിയിരിക്കും. അപ്പോൾ അതിനേക്കാളും നല്ലതാണ് നമ്മൾ ഇതേപോലെ നമ്മൾ പോർഷൻസ് എഴുതിയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് എഴുതി വയ്ക്കുന്നത്. പിന്നെ നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് വരുന്നത് ദിസ് ഇസ് ദി ഈസിയസ്റ്റ് എക്സാം. ഇതാണ് നമ്മുടെ ഏറ്റവും ഈസി ആയിട്ടുള്ള എക്സാം എന്ന് പറയുന്നത്. നമ്മുടെ ഒരു വർഷം കാലത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരു അക്കാഡമിക് ഇയറിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു എക്സാമാണ് ആദ്യത്തെ മിഡ് ടൈം എക്സാം. രണ്ടാമത്തെ മിഡ് ടൈം എക്സാം എന്ന് വരുമ്പോഴത്തേക്കും നമ്മുടെ ഓണം കഴിഞ്ഞിട്ട് നമ്മൾ ഈ എക്സാം കഴിഞ്ഞിട്ടുള്ള മുതലുണ്ടാവും നമ്മുടെ രണ്ടാമത്തെ മിഡ് ടൈം എക്സാം. അപ്പോൾ അത് കുറച്ച് ടഫായിരിക്കും. അപ്പോൾ ഓണപരീക്ഷേനേക്കാളോ അല്ലെങ്കിൽ എല്ലാ പരീക്ഷേനേക്കാളും വെച്ച് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു എക്സാമാണ് നമ്മുടെ ഫസ്റ്റ് മിഡ് ടൈം എക്സാം. അത് നമ്മുടെ ഈ ഇടയ്ക്കൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ എക്സാം പറ്റുന്നത്രയും നന്നായിട്ട് പഠിച്ചു പോവാം. കാരണം ഇതാണ് നമുക്ക് പുതിയ ടീച്ചേഴ്സൊക്കെ വരുമ്പോൾ നമ്മൾ നന്നായിട്ട് പഠിക്കുന്നതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ട് ഈ എക്സാം നന്നായിട്ട് പാസ്സാവണം. ഇനിയിപ്പോൾ പറ്റിയിട്ടില്ലെങ്കിൽ ഇതല്ല നമ്മുടെ ഗവൺമെൻറ് തരുന്ന പേപ്പറല്ലേ, ഇത് സ്കൂളിൽ നിന്ന് തന്നെ ആക്കുന്ന ടൈപ്പ് പേപ്പറാണ് നമ്മുടെ മിഡ് ടൈം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഇച്ചിരി ടഫൊക്കെ ആയി പോയെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഓണപരീക്ഷയ്ക്ക് അതിനേക്കാളും നന്നായിട്ട് പഠിക്കണം. കാരണം അതാണ് ഏറ്റവും മെയിനായിട്ടുള്ള എക്സാം വരുന്നത് മിഡ് ടൈം എക്സാമിനേക്കാളും. അപ്പോൾ പറ്റുന്നത്രയും നന്നായിട്ട് ഈ എക്സാം എന്നല്ല എല്ലാ എക്സാമും പറ്റുന്നത്രയും നന്നായിട്ട് പഠിച്ചിട്ട് നമ്മൾ എല്ലാ എക്സാമും എഴുതുക. നമ്മുടെ അടുത്ത ടിപ്പാണ് ഡിവൈഡ് ദി ചാപ്റ്റേഴ്സ് ടു സ്മോൾ പോർഷൻസ്. അങ്ങനെ വെച്ചാൽ നമ്മളൊരു ലെസൺ പഠിക്കുമ്പോഴത്തേക്കും ആ ലെസണ് നമുക്ക് ചെറിയ പാർട്സ് ആക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഈസി ആയിരിക്കും നമുക്ക് പഠിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഡിവൈഡ് ദി ചാപ്റ്റേഴ്സ് ടു സ്മോൾ പോർഷൻസ്. നമ്മുടെ അടുത്ത ടിപ്പ് വരുന്നതാണ് റൈറ്റ് യുവർ ടു ഡു ലിസ്റ്റ്. ടു ഡു ലിസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് എഴുതി വയ്ക്കുന്നത്. അത് എന്നിട്ട് നമ്മൾ ചെയ്തോ ഇല്ലയോ എന്ന് ട്രാക്ക് ചെയ്യുന്ന ഒരു ലിസ്റ്റിനെയാണ് നമ്മൾ ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് നമ്മൾ ട്രാക്ക് ചെയ്യുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലിസ്റ്റിൽ നമ്മൾ എഴുതുക. അപ്പോൾ നമ്മൾ ഏതൊക്കെ സബ്ജക്റ്റ് പഠിക്കണമെന്ന് നമ്മൾ എഴുതി വയ്ക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആവും പഠിക്കാനൊക്കെ ആയിട്ട്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ ടു സ്റ്റാർട്ട് സ്റ്റഡിങ് ഫോർ എക്സാം. നമ്മൾ എക്സാമിന് വേണ്ടി എങ്ങനെ പഠിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ പഠിക്കാൻ തുടങ്ങേണ്ടത് ഏറ്റവും ആദ്യം തന്നെ നമ്മൾ സാധാരണ പഠിക്കുന്ന പോലെ തന്നെ
നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. അതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഒന്നെങ്കിൽ ഹൈലൈറ്ററോ അല്ലെങ്കിൽ പെൻസിലോ വെച്ച് അണ്ടർലൈൻ ചെയ്യുക, അല്ലെങ്കിൽ അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഒരു നോട്ട് പാഡിൽ നമ്മൾ എഴുതി വയ്ക്കുക. അപ്പം നമുക്ക് ഇതെല്ലാം നമുക്ക് സ്റ്റഡിയിങ്ങിന് ഈസി ആയിരിക്കും. നമുക്ക് ഒരു ദിവസമൊക്കെയാണ് പഠിക്കാൻ വേണ്ടിയുള്ളെങ്കിൽ അതിന് മുന്നേ ഉള്ള ഇപ്പോൾ ഇങ്ങനെ ലീവ് കിട്ടുന്ന ദിവസങ്ങളിൽ നമ്മൾ ഇതേപോലെ ചെയ്യുക. പിന്നെ രണ്ടാമത്തെ ടിപ്പ് വരുന്നതാണ് നോട്ട് ബുക്കുകളിൽ ടീച്ചർ നമുക്ക് കുറേ നോട്ട്സ് തരാൻ സാധ്യതയുണ്ടെന്നല്ല, തരും, കുറേ നോട്ട്സ് തരും. അപ്പോൾ ആ നോട്ട്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, എല്ലാം നമ്മൾ കാണാപ്പാഠം പഠിച്ചു വെക്കണം. എന്നാലേ ചിലപ്പോൾ നമ്മളെ സ്കൂളിൽ നിന്ന് വരുന്നതുകൊണ്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അധികം ഉണ്ടായിരിക്കും. നമുക്ക് ഓണം പരീക്ഷയ്ക്കൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെയല്ല ക്വസ്റ്റ്യൻസ് വരുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് നമുക്ക് എങ്ങനെയാണ്, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സയൻസിലാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളല്ല ഇങ്ങനെ ഓരോന്നിൻ്റെയും എക്സ്പെരിമെൻ്റ് റിപ്പോർട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കാൻ വരുന്നത്. അപ്പോൾ നമ്മളിത് പഠിക്കണം. പിന്നെ മാത്സ് പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പഠിക്കുന്ന ടൈമിൽ എപ്പോഴും മാത്സ് ചെയ്ത് തന്നെ പഠിക്കണം, പ്രാക്ടീസ് ചെയ്ത് തന്നെ നമ്മൾ മാത്സ് പഠിക്കണം. അല്ലെങ്കിൽ നമ്മൾ മാത്സ് അങ്ങനെ വെറുതെ ഇങ്ങനെ കാണാപ്പാഠം പഠിക്കുകയാണെങ്കിൽ നമുക്ക് മാത്സ് പഠിച്ചിട്ട് ഒരു പ്രയോജനമില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഒരു പ്രാവശ്യം എനിക്ക് എക്സാമിന് അങ്ങനെ ആയിപ്പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. പിന്നെ അടുത്തതാണ് റിഫർ മോർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ലേബർ ഇന്ത്യ ഗൈഡുകളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ, അപ്പോൾ അതിനകത്ത് നോക്കി നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും ചെയ്യാൻ. നമ്മൾ എക്സാം എഴുതുന്ന പോലെ തന്നെ നമ്മൾ മൊബൈലിലെല്ലാം ടൈം വയ്ക്കുക, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ചിലപ്പോൾ ക്ലോക്കിനകത്തെല്ലാം നമുക്ക് ടേബിൾ ക്ലോക്ക് ഉണ്ടാവും ചിലപ്പോൾ നമുക്ക് ടൈമൊക്കെ വെക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ വെക്കുക. എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നെറ്റിൽ നിന്ന് എടുക്കുക. നമുക്ക് നെറ്റിലും അല്ലെങ്കിൽ ഗൈഡിലൊക്കെ കിട്ടും, അങ്ങനെയൊക്കെ നോക്കിയിട്ട് നെറ്റിലൊക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. പിന്നെ നമ്മൾ ടൈമും വയ്ക്കുക. ഇനിയിപ്പോൾ 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ, അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ ആ ടൈം മൊബൈലിൽ വെക്കുക. പിന്നെ നമ്മൾ കറക്റ്റ് എക്സാം, നമ്മൾ ഒരു എക്സാം ഹാളിൽ നിന്ന് എക്സാം എഴുതുന്ന പോലെ തന്നെ നമ്മൾ എക്സാമും എഴുതുക. അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോഴത്തേക്കും നമുക്ക് സ്പീഡിൽ എഴുതാൻ വേണ്ടിയുള്ള ഒരു പ്രാക്ടീസ് ആവും. എന്നിട്ട് ഇത് എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ ടീച്ചറായിട്ട് നമ്മൾ തന്നെ ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കുക. നമുക്ക് എന്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ടോ അതെല്ലാം നമ്മൾ വീണ്ടും ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്ത് നമ്മളൊന്നുകൂടി പഠിച്ചെടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളൊരു ടിപ്പാണ് സ്റ്റഡി വിത്ത് ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആയിട്ട് കളിക്കാനും പഠിക്കാനും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാണ്. എനിക്കും അതെ, എനിക്കും ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഫ്രണ്ട്സായിട്ടൊക്കെ കളിക്കാനും പഠിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സായിട്ട് പഠിക്കുകയാണെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ അറിവ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പഠിക്കും. പക്ഷെ ചില ടൈമിൽ അതിനൊരു ഡിസഡ്വാൻറ്റേജും ഉണ്ട്. എന്തെന്ന് വെച്ചാൽ നമ്മൾ വേറെ കാര്യങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു പോകും. അങ്ങനെ മാത്രം ചെയ്യരുത്. ബാക്കിയെല്ലാം നമ്മൾ അതേപോലെ തന്നെ പഠിക്കാം. പിന്നെ ഹെൽത്ത് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ പഠിത്തത്തിനോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ഭക്ഷണവും കൂടി നേരെ ആവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. പഠിക്കണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭക്ഷണം ഒരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്ത് കളയരുത്. ഭക്ഷണം സ്കിപ്പ് ചെയ്താൽ പിന്നെ നമുക്ക് പഠിച്ചിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.